അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നുപോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. രക്ഷയതില്ല ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ. മറ്റൊരുവരിലും രക്ഷയതില്ല ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ. നൽകപ്പെട്ട ഏകനാമം, അത് യേശുവിൻ നാമം. നൽകപ്പെട്ട ഏകനാമം, അത് യേശുവിൻ നാമം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിൻ്റെ വന്യനാമം മാറ്റപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഓരോ ദിവസത്തിനായും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവ് ചെയ്ത ചില അത്ഭുത സാക്ഷ്യങ്ങൾ ചില വ്യക്തികൾ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ആദ്യമായിട്ട് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും രമേശ് എന്ന പേരുള്ള ഒരു ബ്രദറാണ് സാക്ഷ്യം പങ്കുവെക്കുന്നത്. തൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് 5-ാം മാസം പോയി സ്കാൻ ചെയ്തപ്പോൾ അതിൽ മനസ്സിലായത് ഒരു മാംസകഷ്ണം മാത്രമാണ് വയറ്റിലുള്ളതെന്നാണ് മനസ്സിലായത്. ഡോക്ടേഴ്സ് പറഞ്ഞു അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ അവർ പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും പോയി സ്കാൻ ചെയ്തപ്പോൾ പിന്നീട് ഡോക്ടേഴ്സ് പറഞ്ഞത് ആരോഗ്യമുള്ളൊരു കുഞ്ഞാണ് ഉദരത്തിലായിരിക്കുന്നതെന്ന് പറഞ്ഞു. ദൈവം ചെയ്ത അത്ഭുതത്തിനായി സ്തോത്രം. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഡെലിവറിക്ക് ശേഷം കുഞ്ഞിൻ്റെ കാൽ മുൻപോട്ട് മടങ്ങിയിട്ടായിരുന്നു ആയിരുന്നത്. എന്നാൽ ഡോക്ടേഴ്സ് പറഞ്ഞു 1 വർഷത്തോളം പ്ലാസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിൻ്റെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടു. വീണ്ടും അവർ വന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ മാസം ചെന്ന് പ്ലാസ്റ്റർ അഴിച്ചപ്പോൾ കാലിന് യാതൊരു പ്രയാസവുമില്ല, ആരോഗ്യത്തോടെ ആയി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്ന് ആ കുഞ്ഞിന് 5 വയസ്സുണ്ട്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ നമുക്കൊന്ന് കാണാം. ആ കുടുംബത്തെ ദൈവം വിടുവിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതോടൊപ്പം തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പോടെ കർത്താവിൽ ആശ്രയിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ. നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞത് അല്ല, ഒരിക്കലും ലഭിക്കത്തില്ല എന്ന് പറഞ്ഞതിന് ദൈവം നിങ്ങൾക്ക് നൽകുവാൻ പോകുന്ന ദിവസങ്ങളാണ്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം.
ബ്രദറിൻ്റെ പേര് രമേശ് എന്നാണ്. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നു. ബ്രദറിന് 2018 ബ്രദറിന്റെ വൈഫിന് ലഭിച്ച ഒരു അത്ഭുത സൗഖ്യത്തെ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 2018 കാര്യമാണ്. ഓക്കെ, അതെ. ഈ ബ്രദറിന്റെ വൈഫ് 5 മാസം പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് സ്കാൻ ചെയ്യാൻ പോയപ്പോൾ വയറ്റിൽ ഒരു മാംസകഷ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് അബോർഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത മാസം വീണ്ടും അവർ അബോർഷന് വേണ്ടിയിട്ട് വീണ്ടും സ്കാൻ ചെയ്യാൻ പോയി. സ്കാൻ ചെയ്യാൻ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു അബോർഷൻ ചെയ്യണ്ട, കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. അവർ ആ സമയത്ത് ഹാർവസ്റ്റ് TV എല്ലാ ദിവസവും പ്രെയർ കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയ സൗഖ്യത്തെ പറയാനാണ് ഇവിടെ ആയിരിക്കുന്നത്. ആരുടെ മോനാ ഇത്? ബ്രദറിന്റെ മോന. ഓക്കെ ഓക്കെ. എന്ത് ഈ ആളാണോ നിൽക്കുന്നത്? ഓക്കെ, അബോർഷൻ ചെയ്യാൻ പറഞ്ഞ ആളാണ് ഇപ്പോ നിൽക്കുന്നത്. അടിപൊളിയായി ഇവിടെ കർത്താവിന്റെ കൃപയിൽ നിൽക്കുവോ? കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. നീ കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായി നന്ദി. മോൾക്ക് 5 വയസ്സായി. മോളുടെ പേര് എൽഷിത. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ ദൈവം അനുഗ്രഹിക്കും. ടൗൺ ഹാളിൽ മീറ്റിങ്ങിന് ബ്രദർ 2 കാലിലും ബാൻഡേജ് ഇട്ടിട്ട് ബ്രദർ തൊട്ട് സൗഖ്യമാക്കിയതാണ്. എനിക്കതൊന്നും മനസ്സിലായില്ല. ഫസ്റ്റ് ഈ കുട്ടിക്ക് ഈ കാലിന് ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു. എന്തായിരുന്നു കാലിന്റെ കംപ്ലൈന്റ്? മുട്ട് മടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ടയർ പാള കോട്ടിയ പോലെ തന്നെ യൂട്രസിൽ വെള്ളമില്ലാണ്ട്. എനിക്ക് മനസ്സിലായി. നമ്മള് ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് ബ്രദർ പ്രാർത്ഥിച്ചത്. കാലുമേ ഫുള്ള് പ്ലാസ്റ്റർ ആയിരുന്നു. കാലിന് പ്ലാസ്റ്റർ ആയിരുന്നു എന്ന് പറഞ്ഞത്? കാല് യൂട്രസിൽ വെള്ളമില്ലാണ്ട് കാല് മുകളിലേക്ക് മടങ്ങിയിരുന്നു. ഉണ്ണിക്ക് നമുക്ക് പിന്നിലുള്ള മടങ്ങാം, ഉണ്ണിക്ക് മുകളിലെ മടങ്ങിണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ഈ കുഞ്ഞ് ഗർഭത്തിൽ കിടക്കുമ്പോ ഈ കുഞ്ഞിന്റെ കാല് ഇങ്ങനെ മടങ്ങണതിന് പകരം നേരെ തിരിഞ്ഞു മടങ്ങി. അത് കാരണം അത് ആദ്യമായിട്ട് വെക്കും. അപ്പൊ ഇയാൾക്ക് മുട്ടില്ലായിരുന്നു? മുട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് ഫ്ലാസ്ക് ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു 6 മാസം ഒരു കൊല്ലം വരെ ഫ്ലാസ്ക് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് മീറ്റിങ്ങിന് ടൗൺ ഹാളിൽ വെച്ചിട്ട് 2018 ഡിസംബർ മാസത്തില് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുട്ടീനെ. അപ്പൊ ബ്രദർ സൗഖ്യമാവും, ഇനി ആശുപത്രി ഒന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിറ്റേ മാസം തന്നെ ഞങ്ങള് കട്ടയച്ച് മാറ്റി കെട്ടാൻ വേണ്ടി ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് പോയിണ്ടായിരുന്നു. അപ്പൊ അത് കെറ്റിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അതോടുകൂടെ ശരിയായി എന്ന് പറഞ്ഞ അന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം ഇങ്ങനെ ഇരുന്ന കാല് ഓപ്പോസിറ്റ് ആയിരുന്നു. എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. അന്നത്തെ നമുക്ക് തലയുടെ നമ്മുടെ കാല് ഇങ്ങനെ നേരം ഓപ്പോസിറ്റ് മടങ്ങുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്താ പറയുന്നത് എനിക്ക് പിടിയില്ല. സത്യമാണോ ഈ പറയുന്നത്? അന്ന് ഈ കൊച്ചിന്റെ കാലം നേരെ തലതിരിഞ്ഞായിരുന്നേ. ഇവിടുന്ന് കാല് വരെ കുഞ്ഞിന്റെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുവായിരുന്നു. അന്ന് നമ്മൾ പ്രാർത്ഥിച്ചു, സൗഖ്യമായി. കുറച്ചു കാര്യമല്ല, കൊച്ചു കാര്യമല്ല പറയുന്ന. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഒരു വർഷം കഴിഞ്ഞപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നടക്കാൻ പ്രയാസം. അപ്പൊ നമ്മള് യൂട്യൂബില് നമ്മുടെ സൺഡേ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റോട്ടിൽ കൊണ്ട് കയറ്റി നിർത്തിച്ച ആള് നന്നായി ഓടി. കൈയടിച്ച് കർത്താവിനെ ഇത് വല്ലതും പറഞ്ഞു. നിങ്ങൾക്ക് ശ്രദ്ധിച്ചോ? യൂട്യൂബിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് റോട്ടിൽ കൊണ്ട് ഇറക്കി വെച്ച് നടക്കാൻ പറഞ്ഞു കൊച്ചിനോട്. നിങ്ങൾ അതിന് കൈയടിക്കുന്ന കേട്ടാ എനിക്ക് നാണക്കേട് വരുവോ? ഒന്നും കൂടെ ചുണയായി കൈയടിച്ചു ഒരു നല്ല ആമീൻ പറഞ്ഞ് എന്ന് പറഞ്ഞ് യൂട്യൂബിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോ കൊച്ചിന്റെ കാല് ശരിയായെന്ന് നിങ്ങൾക്ക് തോന്നി? നടന്നു, ശരിക്കും ഓടി നടന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോ കൊച്ചു ഓടാൻ തുടങ്ങി. ഇന്ന് വരെ ഒരു കംപ്ലൈന്റ് ഇല്ല കാലില്. ഇതിന് കുറച്ചും കൂടെ ചുണയായിട്ട് കൈയടിക്കേണ്ടത് ആവശ്യമാ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ഉന്നതനായവനെ, പരിശുദ്ധനായവനെ, രാജാധി രാജാവായവനെ, ഉന്നതനായവനെ, പരിശുദ്ധനായവനെ, രാജാധി രാജാവായവനെ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, അത്ഭുതങ്ങൾ സാധാരണമാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്നും ദൈവം പ്രവർത്തിക്കുന്നു. വളഞ്ഞ കാലിനെ അല്ലെങ്കിൽ മുട്ട് നേരെ ഓപ്പോസിറ്റ് ഇരുന്ന കാലിനെ നിവർത്തിയെന്ന് മാത്രമല്ല, ഇപ്പോൾ ആ കാലിനൊരു കുഴപ്പവും കാണാനില്ല. സാധാരണ കുഞ്ഞുങ്ങളെ പോലെ. ഒന്ന് ചാടിക്കേ, ഒന്ന് ചാടിക്കേ, ഒന്ന് ഓടിക്കേ. ഓട്, ഓടണം. ഒന്ന് കാണാൻ വേണ്ടിട്ടാ, ഒന്ന് ചാർജ് ആയിട്ട് ഓടാൻ വേണ്ടിട്ടാ. ഒന്ന് ചോദിച്ചേ, ഓടാമോ? നമുക്ക് രണ്ടു കൂടെ ഓടാം. ശരി, ഓടാം. നീ ഓടണുള്ളൂ, നീ തുള്ളണുള്ളൂ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഒരു കുഞ്ഞ് ജന്മനാൽ കാല് വളഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ
ആ കുഞ്ഞിൻ്റെ ഡിഫിക്കൽറ്റി ഒരിക്കലും മാറത്തില്ല കേട്ടോ. അതുമല്ല, അതിന് ഒരു എക്സ്ട്രാ സ്റ്റീൽ പ്ലാസ്റ്റർ അല്ലെങ്കിൽ ഷൂസ് ഇട്ടിരുന്നെന്ന് പറയുന്നത്. അത് നമ്മുടെ മീറ്റിങ്ങിന് വന്നപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് അഴിച്ചു കളഞ്ഞു. അന്ന് ദിവസം വല്ല അവളെ കാല് നേരെയായി. ഇന്നും കർത്താവ് നന്നായി, ഇന്നും കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നു. ഇന്നും വീര്യപ്രവർത്തികൾ തീർന്നിട്ടില്ല. മിനി കുടുംബത്തിന് കൊടുത്ത കുഞ്ഞിനായി സ്തോത്രം ചെയ്യുന്നു. ആരോഗ്യമുള്ളൊരു പൈതലിനെ കർത്താവ് കൊടുത്തല്ലോ. എന്നാൽ അതേപോലെ തന്നെ എറണാകുളത്ത് നിന്നും മിനി എന്ന പേരുള്ളൊരു സിസ്റ്ററും വന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. തൻ്റെ സഹോദരന് കുഞ്ഞുങ്ങളില്ലായിരുന്നു, 4 IVF ചെയ്തു, അതിലൊന്നും ഒരു വിജയമുണ്ടായില്ല. എന്നാൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 47-ാമത്തെ വയസ്സിൽ കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുക്കുവാനിടയായി തീർന്നു. അസാധ്യമെന്ന് ലോകം പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്നിടത്ത് കർത്താവിനെ അനുവദിച്ചാൽ അവിടെയെല്ലാം സൂപ്പർ നാച്ചുറലെ നമുക്ക് കാണുവാനായി കഴിയും. അതേപോലെ തന്നെ സിസ്റ്റർ പറയുന്നത് തനിക്ക് സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, അതിൽ നിന്നും കർത്താവ് വിടുവിച്ചു. അതോടൊപ്പം തന്നെ മക്കൾ UK പോകാൻ സാധിച്ചു. അനുഗ്രഹമുള്ളൊരു ലൈഫിനെ കർത്താവ് കൊടുത്തു എന്നാണ് പറയുന്നത്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. പറയാനുള്ളത് 2 അത്ഭുത സാക്ഷ്യങ്ങളാണ്. മിനി സണ്ണി എന്നാണ് സിസ്റ്ററിന്റെ പേര്. എറണാകുളത്ത് നിന്ന് കടന്നു വരുന്നു. 2017-18 കാലയളവിൽ നമ്മുടെ മെസ്സേജ് കേൾക്കുമായിരുന്നു, മെസ്സേജിന് അറ്റൻഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവർ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. പക്ഷേ ഇവരുടെ 2 മക്കൾക്കും ഈ ഫിനാൻഷ്യലായിട്ട് അവർ പ്രതിസന്ധിയിലായിരുന്നപ്പോൾ അവർ ഈ മീറ്റിങ്ങിൽ വന്നതിന് ശേഷം 2 മക്കളും UK പോകുവാൻ സാധിച്ചു. പോയി ജോലി ലഭിച്ചു. ആ 2 പേരും വിവാഹിതരായി. ഇവർ പറയുന്നത് ഒരു ടൂർ പോലും നാട്ടിൽ പോകാതിരുന്ന ഇവർക്ക് 3 പ്രാവശ്യം UK പോകുവാൻ സാധിച്ചു. അടുത്ത ഇവരുടെ സാമ്പത്തിക സ്ഥിതിയുടെ മേൽ ദൈവം വിടുതൽ കൊടുത്തു. കൈയടിച്ചു ആമേൻ പറഞ്ഞു. അടുത്ത സാക്ഷ്യം അവർ പ്രയർ സെല്ലിൽ വിളിച്ചു പറഞ്ഞ ഒരു ആങ്ങളയ്ക്കുണ്ടായ വലിയൊരു സാക്ഷ്യമാണ്. കുഞ്ഞുങ്ങളില്ലാതിരുന്ന ആങ്ങളയ്ക്ക് 4 IVF ചെയ്തിരുന്നു. പക്ഷേ നമ്മുടെ പ്രാർത്ഥന പ്രയർ സെല്ലിലോട്ട് വിളിച്ചു പറഞ്ഞതിൻ്റെ ഫലമായി 21 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നവർക്ക് 47-ാമത്തെ വയസ്സിൽ ഒരു പെൺകുഞ്ഞിനെ ലഭിച്ചു. യേശുവേ, 47-ാമത്തെ വയസ്സിൽ ഒരു പെൺകൊച്ച്. കൈയടിച്ചു ആമേൻ പറഞ്ഞേ. ആ കുഞ്ഞിന് ഇപ്പോൾ 2.5 വയസ്സായി. കുഞ്ഞിന് 21 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. പറഞ്ഞോ. വളരെ ഞാനിവിടെ ഹാർവസ്റ്റിൽ പാസ്റ്ററുടെ TV പ്രോഗ്രാം കണ്ടിട്ട് അതിനകത്ത് എഴുതി കാണിച്ചു എറണാകുളം ടൗൺ ഹാളിൽ ഇങ്ങനെ പ്രോഗ്രാം ഉള്ളത്. അങ്ങനെ ഞാൻ 2016-17 കാലഘട്ടത്തിൽ ഞാനിവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ അന്ന് ലീവ് എടുത്ത് നുണ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഏറ്റവും ബാക്കിൽ നിൽക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ ഭയങ്കര അത്ഭുതം നടക്കുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്ന ഇങ്ങനെ കുട്ടികളുണ്ടാകാത്തവർക്ക് കുട്ടികളുണ്ടായെന്നൊക്കെ സാക്ഷ്യം പറഞ്ഞു. ഒത്തിരി പേര് ഇങ്ങനെ ആംബുലൻസിലൊക്കെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഞാനിത് എന്താണെന്ന് അറിയാനായിട്ട് ഇവിടെ വന്നായിരുന്നു. അപ്പോൾ എൻ്റെ അന്നേരത്തെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് വെച്ചാൽ ഞങ്ങൾ 2 പെണ്ണും ഒരാണുമാണ്. അപ്പോൾ ആങ്ങളയ്ക്ക് കുട്ടികളില്ല. അത് അമ്മയാണ് ആങ്ങളുടെ കല്യാണം നടത്തിയത്. അപ്പോൾ അന്ന് മുതൽ എൻ്റെ അമ്മയ്ക്ക് സൗകര്യം എന്ന് പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾ 2 പെൺമക്കളെ കല്യാണം കഴിച്ചു. അമ്മ ഞങ്ങളോട് പരാതി പറഞ്ഞ് അപ്പോൾ ഞാനിവിടെ വന്നൊന്ന് ബാക്കിൽ നിന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇവിടെ ഇങ്ങനെ ഒരു അത്ഭുതം നടക്കുന്നുണ്ടെങ്കിൽ, യേശു ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിലൊരു അത്ഭുതം നടക്കണം. ഇവിടെ നിന്ന് ഇതേപോലെ എനിക്കൊരു സാക്ഷ്യം പറയണം. എൻ്റെ ആവശ്യങ്ങളല്ല ഞാൻ ആദ്യം പറഞ്ഞത്. എൻ്റെ ബ്രദറിനൊരു കുഞ്ഞിനെ കൊടുക്കണം, അതെനിക്കൊരു ലോകസാക്ഷ്യമായി മാറണം. ഇവിടെ നടക്കുന്ന അത്ഭുതം എനിക്കും ഒന്ന് സാക്ഷ്യപ്പെടുത്തണം. എൻ്റെ ബ്രദറിനും കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 21 വർഷമായി. 2021 ഇന്ന് ആ കുഞ്ഞിന് 2.5 വയസ്സായി. ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിൽക്കുന്ന ഇവിടെ സ്റ്റേജിൽ വന്ന് നിന്ന് ഞാൻ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ട്, പ്രയർ സെല്ലിൽ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ വിഷയം. അപ്പം ഒരു പ്രാവശ്യം പ്രയർ സെല്ലിൽ വിളിച്ചപ്പം അവർ പറഞ്ഞു ആ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ബ്രദറേ ഉള്ളൂ, ആ സിസ്റ്റർ അവർക്കൊന്ന് നേരിട്ടൊന്ന് ഞങ്ങൾക്കൊന്ന് സംസാരിക്കണമെന്ന് കൊടുക്കാവോ എന്ന് ചോദിച്ചു. ഒരു സാധ്യതയില്ലാത്ത കാര്യമാണ്. അവർ ആ ഒരു കാരണവശാലും ഇത് അറ്റൻഡ് ചെയ്യത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ മീറ്റിംഗ് ലൈവിൽ നടക്കുന്ന സമയത്ത് ഒരു ബ്രദറിനെ വിളിച്ചപ്പം പറഞ്ഞത് എങ്ങനെയെങ്കിലും ആ ലേഡിക്കൊന്ന് കൊടുക്കാൻ പറഞ്ഞു. അതായത് ജസ്റ്റിനോ അങ്ങനെ ആരാണ്ടാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എന്തെന്ന് 2ഉം കൽപ്പിച്ചിട്ട് ലൈവിലുള്ള ആ മീറ്റിങ്ങിൻ്റെ സമയത്ത് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇതൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. ആ സംസാരിച്ചപ്പം നിങ്ങൾ അവിടുന്ന് ലൈവിൽ എൻ്റെ നാത്തൂന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ IVF ചെയ്തു. അവർ പറഞ്ഞു ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞു. അവർ ഒരു സാധ്യതയില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ കണ്ടു. അവരും പറഞ്ഞൊരു സാധ്യതയില്ലെന്ന്. അവർ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ പോയി.
അവിടെയും പറഞ്ഞു ഏതാണ്ട് ഒരു 10-25 ലക്ഷം രൂപ ഈ ഒരു കാര്യത്തിന് വേണ്ടി മുടക്കി. ഒരു സാധ്യതയില്ല. ലാസ്റ്റ് ഏറ്റുമാനൂർ 4 IVF ചെയ്തു. ഒരു IVFന് 2.5 ലക്ഷം രൂപ മുടക്കി 4 IVF ചെയ്തു. അവിടെ 4 IVF ചെയ്തിട്ട് 4-മത്തേൽ 1 മാസം വരെ പ്രഗ്നൻ്റ് ആയിട്ട് പിന്നെ എന്തോ പ്രോബ്ലം ഉണ്ട്, അബോർഷനായി പോവുക. അപ്പോൾ ഈ 4 IVF ചെയ്തപ്പോൾ എൻ്റെ ബ്രദർ ഡോക്ടറുടെ കുത്തിന് കയറി പിടിച്ചു. പിന്നെ അടിക്കാനൊക്കെ ഒരുങ്ങി. എങ്കിൽ പിന്നെ ഒരു സാധ്യത ഇല്ലാത്തടത്ത് എന്തിനാ ചെയ്തെന്ന് ചോദിച്ചത്. അവിടുന്ന് പിന്നെ ഇവർ നിരാശരായിട്ട് വീട്ടിൽ വന്നിരുന്നപ്പോൾ ഞാൻ വിശ്വാസത്തോടെ, അതായത് രക്തസ്രാവക്കാരി യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ട പോലെ എൻ്റെ വിശ്വാസത്തെ ദൈവം മാനിച്ച് അത്ഭുതം പ്രവർത്തിക്കും. 21 കൊല്ലത്തിന് ശേഷം ഡോക്ടറെ വരെ കുത്തിന് പിടിച്ചിട്ട് നടക്കാത്ത കാര്യം കർത്താവ് സൗഖ്യമാക്കി. ആമേൻ. ഒന്ന് കൈയടിച്ചു ആമേൻ പറഞ്ഞു. എനിക്കൊരു വിശ്വാസം ബ്രദറിന്റെ പ്രാർത്ഥനയിലുണ്ട്. ബ്രദർ ഗോഡിന്റെ ഒരു ആത്മസ്പർശമുള്ള ഒരു മനുഷ്യനാണെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഈ സാക്ഷ്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ സൗഖ്യം അവനൊരു കുഞ്ഞുണ്ടാവുമെന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെ അവന്റെ കുഞ്ഞ് 2020 ഇന്നിപ്പോ 2.5 വയസ്സായ കുഞ്ഞിനെ ദൈവം ചെയ്ത വലിയ അത്ഭുതത്തിനായിട്ട് ദൈവത്തിന് കൂടി നന്ദി പറഞ്ഞു. ഞാൻ വന്നത് 3 പ്രാവശ്യം, അതായത് എൻ്റെ പാസ്പോർട്ട്, അതും ഇവിടെ പറയണ്ട, എൻ്റെ പാസ്പോർട്ട് ഞാൻ ജോലി ചെയ്യുന്ന കാലയളവിൽ 89 ഞാൻ പാസ്പോർട്ട് 89-90 പാസ്പോർട്ട് എടുത്തു. ഞാനപ്പോൾ എൻ്റെ പാസ്പോർട്ട് കൊണ്ട് ഇപ്പൊ ചേച്ചി മക്കള് UK-ലാണ്. നിങ്ങൾ ആ പാസ്പോർട്ട് പുതുക്കിയിട്ട് UK 3 പ്രാവശ്യം യാത്ര ചെയ്തു. കളഞ്ഞ പാസ്പോർട്ട് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അത് തപ്പിപ്പിടിച്ച് എടുത്തോണ്ട് വന്ന് പുതിയ പാസ്പോർട്ട് അപ്ലൈ ചെയ്ത് ഈ ജൂലൈ 11-ന് 3-മത്തെ പ്രാവശ്യം ഞാൻ UK-ക്ക് പോവാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് നമുക്ക് ഓരോരുത്തർക്ക് ദൈവം തരുന്ന സന്തോഷമാണ് വലുത്. ശരി, ഇപ്പോഴും എനിക്ക് വലിയ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നതിന് മുമ്പ് ഇപ്പൊ അന്നേരം ഇവിടെ ഇങ്ങനെ അറിഞ്ഞു. എനിക്ക് അഭിഷേകത്തിനായിട്ടും അനേകരെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും ഒരു കൃപാവരത്തിനായിട്ടും പ്രാർത്ഥിക്കാനും കൂടിയാണ് ഞാനിപ്പോൾ പ്രാർത്ഥിച്ചോളാം. കുഞ്ഞുങ്ങളില്ലാത്തവർ വിശ്വാസത്തോടെ ഉദരത്തിലോട്ട് കൈകൾ വെച്ചാട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, പലതും ചെയ്തു, അതിന്മേലൊന്നും ഒരു സക്സസിനെ കണ്ടില്ല, ഒരു ജയത്തെ കണ്ടില്ല, നിരാശയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ നിരാശ മാത്രം തൻ്റെ ലൈഫിലുണ്ട് എന്ന് പറയുന്ന അനുഭവത്തിൽ നിന്നും കർത്താവെ, ഇന്ന് രാത്രി ചിലർ കർത്താവിൻ്റെ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. ചിലരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കണം അപ്പാ. സകലരുടെ മേലും ആ കൃപ ചലിക്കണം. ദൈവജനം അങ്ങനെയാണല്ലോ പറയുന്നത്. സകലർക്കും ഉദിച്ച ഒരു മഹാസന്തോഷം, സകലരുടെ മേലും ദൈവത്തിൻ്റെ കൃപ വരുവാനിടയായി. ഇന്ന് എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന സകലരുടെ മേലും ആ ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. ആ ഉദരങ്ങൾ തുറക്കപ്പെടട്ടെ അപ്പാ. ദൈവത്തിൻ്റെ സൗഖ്യമുണ്ടാകട്ടെ, കുഞ്ഞുങ്ങളുണ്ടാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എന്നാൽ അതോടൊപ്പം തന്നെ കണ്ണന്നൂരിൽ നിന്നും അർച്ചന എന്ന പേരുള്ള ഒരു സിസ്റ്ററാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. സിസ്റ്റർ പറയുന്നത് 4 വർഷത്തോളമായിട്ട് തനിക്ക് സ്കിന്നിൽ അലർജി ഉണ്ടായിരുന്നു. നോൺ വെജ് കഴിക്കാൻ കഴിയത്തില്ലായിരുന്നു. മെഡിസിൻ എടുക്കുമ്പോൾ കുറയും, പിന്നീട് അത് വീണ്ടും വരും. ഒത്തിരി പ്രയാസം തന്നെ അനുഭവിച്ചു. എന്നാൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതിൽ നിന്നും കർത്താവ് വിടുവിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. കുഞ്ഞുണ്ടായ ഒരു അത്ഭുത സാക്ഷ്യമാണ്. ഈ മോൾക്കുണ്ടായ ഒരു വലിയ സാക്ഷ്യമാണ്. കുഞ്ഞിന്റെ പേര് അർച്ചന. അർച്ചന പാലക്കാട് കണ്ണന്നൂർ എന്ന സ്ഥലത്ത് നിന്ന് അവർ വരുന്നത്. കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ആ മകൾക്ക് 4 വർഷത്തോളമായി ഉണ്ടായിരുന്ന സ്കിൻ അലർജിയിൽ നിന്നുള്ള വിടുതൽ ദൈവം കൊടുത്തതിന്റെ സാക്ഷിയാണ്. 4 വർഷമായിട്ട് ഈ മോൾക്ക് സ്കിൻ അലർജി ഉണ്ടായി. അത് ആയുർവേദ മരുന്ന് കുട്ടിക്ക് അവർ കൊടുത്തിരുന്നു. അതിന്റെ ഫലമായിട്ട് ശരീരം മുഴുവനും അത് വ്യാപിച്ചു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ മാത്രം ഒത്തിരി കുറയും, പിന്നെ അത് നിർത്തുമ്പോൾ പിന്നെയും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇവിടുത്തെ കഴിഞ്ഞ പബ്ലിക് മീറ്റിങ്ങിന് ഇവർ വന്നു, ബ്രദർ പ്രാർത്ഥിച്ചു. അതിനുശേഷം അതിൻ്റെ പാടുപോലും ഇല്ലാത്ത വിധത്തിൽ ആ കുഞ്ഞിനെ സൗഖ്യമായി എന്ന് പറയുന്നു. ചേച്ചി എന്നൊന്ന് പറഞ്ഞേ, എന്താണ് നിങ്ങൾക്ക് ഉണ്ടായത്? എന്ത് സൗഖ്യമുണ്ട്? എത്ര നാള് ഈ മോൾക്കാണോ ഉണ്ടായിട്ടുള്ളത്? ഓ, ഇവളുടെ കയ്യിലല്ല ഈ കാണുന്ന കറുത്ത പാട് അതാണ്. ഓ യേശുവേ, ഇതൊക്കെ എടുത്തേച്ചാ കാണാം. ഈ കാണുന്ന പാടുകളെല്ലാം അന്നത്തെ അലർജിയിൽ നിന്നുണ്ടായതാണോ? ഈ കറുത്ത് കാണുന്ന പാടെല്ലാം അതിൽ നിന്നുണ്ടായത്? കാലില് ചെറുതായിട്ട് വന്നതായിരുന്നു. എന്റെ യേശുവേ, മോളെ കാലൊന്ന് കാണട്ടടി. യേശുവേ, യേശുവിച്ച സ്തോത്രം. കാലിൽ മുഴുവനുണ്ട്.
ശരീരം മുഴുവനുണ്ട്. മുഴുവനുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇത് എത്ര നാളായിട്ടുണ്ട്? 4 വർഷമായിട്ടുണ്ട്. 4 വർഷമായിട്ട് ഈ മോൾക്കുണ്ട്. ട്രീറ്റ്മെന്റ് ഡോക്ടറെ കാണിച്ചോ? ഡോക്ടറെ കാണിച്ചു, മരുന്ന് കഴിക്കൂ, 6 മാസം മാറും, പിന്നെയും വരും. നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റില്ല. നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റില്ല. കഴിച്ചു കഴിഞ്ഞാൽ അലർജി ആവും. അലർജി ആവും. ചൊറിയും. ചൊറിയാന്ന് മാത്രമാണോ ചെയ്യുന്നത്? മോൾക്ക് എന്തൊക്കെയാ പ്രയാസം ഉള്ളത് കൊണ്ട്? ചൊറിയും, ചൊറിഞ്ഞിട്ട് പോട്ടെ. ഞാൻ കഴിഞ്ഞ മാസമല്ലേ മോൾക്ക് പ്രാർത്ഥിച്ച്, കഴിഞ്ഞ 9 മാസം. അതിനുശേഷം നോൺ വെജ് ഒക്കെ മോള് കഴിച്ചു നോക്കിയോ? നോൺ വെജ് കഴിച്ചു, ചൊറിച്ചലൊന്നുമില്ല. നിങ്ങൾ ഇവിടെ കൈയും കാലും ഒന്ന് കണ്ടേ, കാണാൻ പറ്റും? നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാനുണ്ടോ? നിങ്ങൾക്ക് കാണാൻ കഴിയുന്നവരൊന്ന് കര ഉയർത്തിക്കേ. ഇത് മാറിയ പാടാണ് ഈ കാണുന്നതെങ്കിൽ ഇവിടെ എത്രത്തോളം വേദന സഹിച്ചു കാണുമെന്ന് ചിന്തിക്കാവോ? ഒന്ന് കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത് യേശുവിനെ മാത്രം. ചേച്ചി, ഇത് ആര് ചെയ്തെന്നാ ചേച്ചി വിശ്വസിക്കുന്നേ? ഇത് മനുഷ്യർക്കാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. 4 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നു. നോൺ വെജ് കഴിക്കാൻ പറ്റില്ല. നോൺ വെജ് കഴിച്ചു നോക്കി, ഒരു കുഴപ്പമില്ല. 2 മാസമായിട്ട് ഒരു അലർജിയും ഇല്ല, ചൊറിച്ചിലും ഇല്ല. ഒന്ന് എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയടി കൊടുക്കണം. ഒരു പെൺകുട്ടിക്കുണ്ടാകുന്ന, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, പെൺകൊച്ചുങ്ങൾക്ക് അവരുടെ ഏറ്റവും സൗന്ദര്യം എന്ന് പറയുന്നത് അവരുടെ തൊലിയാണ് അല്ലേ? തൊലിക്കകത്ത് എന്തെങ്കിലും വന്ന പെൺകുട്ടികൾക്ക് സഹിക്കാൻ പറ്റുമോ? നിങ്ങളൊന്നും മിണ്ടാത്തെ. പ്രയാസമുള്ള കാര്യമോ? അവരുടെ സൗന്ദര്യത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന കാര്യമോ അവരുടെ തൊലി എന്ന് പറയുന്നത്. എന്നാൽ ആ മോൾക്ക് 2 മാസമായി ഇവിടുന്ന് പോയിട്ട് 2 മാസമായി ആരോഗ്യത്തോടെ ആ സ്കിന്നായിരിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം, യേശുവിനെ നന്ദി പറയാം. ചേച്ചി വന്നേ. മക്കളാണോ കൂടെ ഉള്ളത്? ഇവിടെ വന്ന് നിൽക്കും. ഇവരുടെ വീട്ടിലെ എല്ലാവർക്കും അലർജി ഉണ്ട്. ഇങ്ങേർക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും അലർജി ഉണ്ട്. പക്ഷെ ഒരു കൊച്ചിന്റെ അലർജി കുറച്ച് പ്രശ്നമാണ്. ഇവർക്ക് എല്ലാവർക്കും അലർജി ഉണ്ട്, പക്ഷെ ഇയാളുടെ അലർജി കുറച്ച് കൂടുതലാണ്. ഇരട്ടകളാണ് ഇവര്. രണ്ടൊരു പൊക്കം കൊണ്ടുകൊണ്ട് ചോദിച്ചാ കേട്ടോ. വാ, ഓ അച്ഛാ, ഇത് എടുക്കച്ചാ. എന്റെ കൈ കാണിച്ച്. നീ എത്രല്ല പഠിക്കുന്നേ? 8ല്. ഒരു നല്ല ആമീൻ പറഞ്ഞേ. ഈ മോൾ ഇന്ന് സൗഖ്യമാകട്ടെ. ഈ വീട്ടിൽ നിന്ന് ഈ അലർജി മാറിപ്പോകട്ടെ. നിങ്ങൾ ആമീൻ പറയാതെ എന്താ? നിങ്ങൾ വിശ്വസിക്കുന്ന ഇന്നതോടുകൂടെ ഇത് മാറുവാണ്. ഇവര് പോകുന്ന വഴി മുതൽ ഇവരുടെ തൊലി ഇളകാൻ തുടങ്ങും. ഇവര് പോകുന്ന മാർഗത്തിൽ തന്നെ വഴികൾ ചലിക്കാൻ തുടങ്ങും. യേശുവിന്റെ കരം തൊടാൻ തുടങ്ങും. നസ്രാന യേശുവിന്റെ നാമത്തിൽ ഈ മോളെ തൊട്ടാട്ടെ അപ്പ. അങ്ങയുടെ ശക്തി തൊടട്ടെ അപ്പ. അങ്ങയുടെ കരയും കുഞ്ഞുങ്ങളെ തൊട്ടാതെ ഇവരുടെ അലർജി മാറിപ്പോട്ടെ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ആരാധിക്കും ഞാൻ യേശുവിനെ, ആഘോഷിക്കും ഞാൻ യേശുവിനെ. ഒരിക്കൽ കൂടെ, ആരാധിക്കും ഞാൻ യേശുവിനെ, ആഘോഷിക്കും ഞാൻ യേശുവിനെ. ഓ ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചോണ്ട് പറ, യേശു നല്ലവനാണ്. ആമേൻ. കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നന്ദി. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ജീവിക്കുന്ന ഒരു ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നത്, കർത്താവിൽ സന്തോഷിക്കാൻ കഴിയുന്നത് ഒത്തിരി അനുഗ്രഹമാണ്. കർത്താവ് ചെയ്യുന്ന നന്മകൾക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം വിശ്വാസത്തോടെ നിങ്ങളുടെ ലൈഫിലായിരിക്കുന്ന അത്ഭുതങ്ങളെ റിസീവ് ചെയ്താട്ടെ. ഏത് മേഖലയിലാണോ നിങ്ങളൊരു അത്ഭുതത്തെ ആഗ്രഹിക്കുന്നത്, ആ മേഖലയിൽ കർത്താവിൻ്റെ അത്ഭുതത്തെ റിസീവ് ചെയ്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പോൾ ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളിൽ ഓരോ ദിവസവും
അത്ഭുതങ്ങളിൽ ജീവിക്കുവാൻ തക്കോണം കർത്താവിൻ്റെ കൃപ ചലിക്കണമപ്പാ, നിൻ്റെ കൃപ ചലിക്കണമപ്പാ. കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവേ അപ്പാ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി വാഴുവാൻ പറഞ്ഞ ആ ദൈവജനത്തിൻ്റെ അനുഗ്രഹവും നിറവും ഈ വീടുകളിലുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, വാഹനത്തിനായി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ കാണാം. നാളുകളായിട്ട് ഒരു വാഹനം വേണമെന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം. കർത്താവെ, അവരുടെ മേൽ ആ ബ്ലെസ്സിങ് ഒഴുകട്ടെ അപ്പ, ആ വാതിൽ തുറക്കട്ടെ അപ്പ. കർത്താവെ, ആ നന്മ ഈ നാളുകളിൽ അവരുടെ കൈകളിൽ വരട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആമേൻ. അതേപോലെ തന്നെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് തലയ്ക്ക് പ്രയാസമായിരിക്കുന്ന, എന്നാൽ കാര്യമായ പ്രശ്നങ്ങളില്ല, ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ തൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്നു. ഹല്ലേലൂയ. ആ വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൗഖ്യമുണ്ടാകട്ടെ. സ്വർഗീയ പിതാവേ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ പ്രവൃത്തി അപ്പോൾ അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി കർത്താവേ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ സന്തോഷിക്കാം, ദൈവത്തിൽ ആനന്ദിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.